എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിനീഷുകാരുടെ ഡിഷായ പാസ്തയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് വേണ്ടത് മഷ്റൂംസ്, പാസ്ത, സ്പിനച്ച്, കോക്കനട്ട് മിൽക്ക്, വെളുത്തുള്ളി, ഓയില്, പിന്നെ നമുക്ക് വേണ്ടത് ചീസ്, കുരുമുളക്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ പാസ്ത എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പാസ്ത നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. വെളുത്തുള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മഷ്റൂം എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി മഷ്റൂം ഉണ്ടെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും. കാരണം ഇതങ്ങോട്ട് ചുങ്ങും. മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മഷ്റൂം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചീരയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഈ മഷ്റൂമിൽ നമുക്ക് ചീരയില ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഷ്റൂമും ചീരയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയുള്ള സോസ് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പാസ്തയുടെ സോസിന് നല്ല തിക്നെസ് കിട്ടും. ഇനി ഈ ചീസ് നമുക്ക് ഇതിനകത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പാസ്തയുടെ സോസ് നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുത്ത പാസ്തയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ പാസ്തയുടെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്ത ഈ സോസിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പാസ്ത ഈ സോസിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അങ്ങനെ നമ്മുടെ മഷ്റൂം സ്പിനച്ച് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.